ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ। हरि ओं प्रणाम। ॐ नमो नारायण। अथ शुक्लयजुर्वेदीय काण्वशाः बृहदारण्यक उपनिषत् प्रथमकाण्डं मधुकाण्डं द्वितीयोऽध्यायं ब्रह्मविद्याप्रकरणं पञ्चमब्राह्मणं मधुब्राह्मणं 19 മന്ത്രം 19ാമത്തെ മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. ഇദം വൈ തന്മധു ദധ്യൻ ആധർവണഃ അശ്വഭ്യാമുവാച തദേതത് ഋഷിഃ പശ്യൻ അവോചത് രൂപം രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ ഇന്ദ്രോ മായാഭിഃ പുരുരൂപയത്തെ യുക്താ ഹി അസ്യ ഹരയഃ ശതാ ദശ ഇതി. അധ അയം വൈ ഹരയഃ അയം വൈ ദശ ച സഹസ്രാണി ബഹൂനി ച അനന്താനി ച തദേതത് ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ സർവം അനുഭൂഃ ഇതി അനുശാസനം. നമുക്ക് ആ രൂപം രൂപം മുതൽ ഒന്നുകൂടെ പാരായണം ചെയ്യാം. അത് അത്രയും പ്രാധാന്യമുള്ളതായതുകൊണ്ട്. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ ഇന്ദ്രോ മായാഭിഃ പുരുരൂപയത്തെ യുക്താ ഹി അസ്യ ഹരയഃ ശതാ ദശ ഇതി. അയം വൈ ഹരയഃ അയം വൈ ദശ ച സഹസ്രാണി ബഹൂനി ച അനന്താനി ച തദേതത് ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ സർവം അനുഭൂഃ ഇതി അനുശാസനം. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് മധുകാണ്ഡം അവസാനത്തെ മന്ത്രം. അവസാനമായി അധർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് ഉപദേശിക്കുന്ന ബ്രഹ്മവിദ്യ എന്തെന്ന് വെച്ചാൽ ദ്വൈതാപത്തി നിവർത്തി എന്നതാണ്. നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ അർത്ഥം.
അധ്യാരോപ അപവാദ പ്രക്രിയയിലൂടെയാണ് ബ്രഹ്മവിദ്യാ ഉപദേശം ശാസ്ത്രം അനുശാസിക്കുന്നത്. അപ്പം അധ്യാരോപം ശിഷ്യന്മാർക്ക് ഇവിടെ അഥർവണ മഹർഷി അവസാനമായി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെ അധ്യാരോപത്തിൻ്റെ ഒരു രൂപം കാട്ടിക്കൊടുക്കുകയാണ്. സർവാത്മഭാവം എങ്ങനെ വളർത്തണം, ദ്വൈതമെന്ന ആപത്തി മാറിയാൽ അത് സർവാത്മഭാവമായി, അല്ലെങ്കിൽ ദ്വൈതാപത്തി നിവൃത്തി എന്ന് പറഞ്ഞ അദ്വൈത പ്രാപ്തി അല്ലേ. നമ്മൾ ഇന്നലെ 19ാമത്തെ മന്ത്രത്തിന് ഹെഡിങ് കൊടുത്തു അല്ലേ, ദ്വൈതാപത്തി നിവൃത്തി എന്ന് വെച്ചാൽ എന്താണ്, അദ്വൈത പ്രാപ്തി അല്ലേ. രണ്ടും അർത്ഥം ഒന്ന് തന്നെയല്ലേ. ദ്വൈതം നിവൃത്തി ചെയ്താൽ, ദ്വൈതത്തിനെ പൂർണ്ണമായും ഏതൊരു സാധകനാണോ സാധനയിലൂടെ, ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ ദ്വൈതത്തിനെ ഇല്ലാണ്ടാക്കുന്നത്, അവർക്ക് അദ്വൈത പ്രാപ്തി അല്ലേ, അദ്വൈതമെന്ന ഫലത്തെ അവർക്ക് ലഭ്യമാകും. അത് തന്നെയാണ് സർവാത്മഭാവം അല്ലേ. അദ്വൈതം പ്രാപ്തി തന്നെയാണ് മോക്ഷവും. അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെ ഉപദേശിക്കുന്നു, എല്ലാ രൂപങ്ങളും എല്ലാ ജീവാത്മാക്കളും അല്ലെങ്കിൽ എല്ലാ ശരീരങ്ങളിലും പ്രതിബിംബിക്കുന്നത് ഒരു രൂപമാണ് പരമാത്മാവ്. അതിനെ കാണുവാനുള്ള ആ കാരകദൃഷ്ടി വളർത്തിയെടുക്കൂ എന്ന് ഉപദേശിച്ചു. അതിനുശേഷം പറഞ്ഞു, എന്തെല്ലാം സൃഷ്ടിച്ചോ അത് ആര് സൃഷ്ടിച്ചു, ഇന്ദ്രനാൽ, പരമാത്മാവിനാൽ. എങ്ങനെ സൃഷ്ടിച്ചു, മായാസഹിതനായിക്കൊണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു, ഈയതേ അല്ലേ, ഇന്ദ്രോ മായാഭിഹി പുരുരൂപ ഈയതേ. പരമാത്മാവ് മായാസഹിതനായി സൃഷ്ടി നടത്തി. ആ സൃഷ്ടിയിലേക്ക് എന്ത് ചെയ്തു, ഈയതേ വ്യാപ്യതേ, വ്യാപിച്ചു. അപ്പം ഭഗവാൻ വ്യാപിക്കാത്തതായി ഒരിടവുമില്ല എന്നാണ് ഈ മന്ത്രത്തിൻ്റെ താല്പര്യം. അത് നമ്മൾ കണ്ടു. ഇത് സാധിക്കുന്നവർ മനഃപ്പാഠം ചെയ്യുക. ഇത് അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ്. മായാസഹിതനായി സൃഷ്ടി നടത്തിയെന്ന് നമ്മൾ പലയിടത്തും പഠിച്ചു. മായ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല, വിവേക ചൂടാമണി മുതൽ കാണുന്നതാണ്. ഭഗവത്ഗീതയിലുണ്ട് മമ മായാ ദുരത്യയ എന്ന് പറഞ്ഞു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഉപനിഷത്തുക്കളിൽ മായ എന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നതിൽ ബൃഹദാരണ്യകമാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. പിന്നെ മായ എന്ന ശബ്ദം ഭാഗവത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പുരാണ ഇതിഹാസങ്ങളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ വേദത്തിൽ സുപ്രധാനമായി പറയുന്നത് ഇവിടെയാണ്. ഇനി നമ്മൾ ശ്വേതാശ്വേതര ഉപനിഷത്തിലൊക്കെ ഇത് വരുന്നുണ്ട്, മായ എന്ന വാക്ക്. പക്ഷെ ഇവിടെയാണ് ഏറ്റവും പ്രസിദ്ധമായ കൊട്ടേഷൻ ഉള്ളത്. ഇന്ദ്രോ മായാഭിഹി പുരുരൂപ ഈയതേ. പരമാത്മാവ് മായാസഹിതനായി സൃഷ്ടി നടത്തി. വെറും സൃഷ്ടി നടത്തുക മാത്രമല്ല ചെയ്തത്, അതിലൊക്കെ വ്യാപിച്ചു. അതായത് അതിലൊക്കെ സ്ഥിതി ചെയ്യുന്നു. ഇപ്പം വ്യാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിനാൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഈയതേ എന്ന വാക്കിന് മറ്റൊരു തലത്തിൽ നമുക്ക് മനനം ചെയ്യാം. ഭഗവാൻ മായാസഹിതനായി സൃഷ്ടി നടത്തി അതിലൊക്കെ സ്ഥിതി ചെയ്യുന്നു. ആ അർത്ഥവും ഈയതേ എന്ന വാക്കിന് ഇവിടെ എടുക്കാവുന്നതാണ്. ഇനി അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് വരാം. യുക്താഹി അസ്യ ഹരയഃ ശതദശ ഇതി. ശതാദശ ഇതി. പരമാത്മാവ് തന്നെയാണ് എന്താണ്, അസ്യ ഹരയഃ, എല്ലാ ഇന്ദ്രിയങ്ങളിലും. ഹരയഃ എന്ന് വെച്ചാൽ ഹരതി ഇതി ഹരയഃ എന്ന് പറയും. ഹര എന്ന വാക്കിന് ഇന്ദ്രിയം എന്നൊരർത്ഥവും കൂടെയുണ്ട്. ഒരർത്ഥം ഇന്ദ്രിയങ്ങൾ, മറ്റൊരർത്ഥം ശരീരം എന്ന അർത്ഥവുമുണ്ട്. ഇത് അത്ര ഫേമസ് ആയിട്ട് ഉപയോഗിക്കുന്ന അർത്ഥമല്ല കേട്ടോ. അപ്പം നമ്മൾ ഹരിയോന്ന് പ്രണാമം ചെയ്യാറില്ല എല്ലാവരെയും കാണുമ്പോൾ അല്ലേ, ഹരിയോ എന്ന് പറയില്ല. എന്തിനാണ് ഹരിയോ എന്ന് പറ? അവിടെ ഹരി എന്ന വാക്കിന് ഭഗവാൻ എന്നുള്ള അർത്ഥമല്ല അല്ലേ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്ന ഈശാവാസ്യം പഠിച്ചപ്പോൾ നമ്മൾ ഹരിയോം എന്ന് പറഞ്ഞ് പഠിച്ചതാണ്.
ഹരി എന്ന വാക്കിന് സാധാരണ നമ്മൾ എന്താണ് ഭഗവാന്റെ പര്യായം, ഭഗവാൻ അല്ലേ, ഹരിനാരായണൻ അല്ലേ. ഹരി എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് സാമാന്യമായി അറിയാം. പക്ഷെ ഹരിയോം എന്ന് നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്താണ് അർത്ഥം? അവിടെ ഹരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഓം എന്ന് വെച്ചാൽ പരമാത്മ. നമ്മൾ ഒരാളെ കാണുമ്പോൾ, ഇപ്പം നമ്മുടെ മുന്നിൽ ഒരാൾ വന്നു, അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ അഞ്ജലിബദ്ധരായി ഹരിയോം പറയും അല്ലേ, പ്രണാമം പറയും. അപ്പം അതിൻ്റെ അർത്ഥം എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ, അവരെ ഹരിയായി ഞാൻ കാണുന്നു. അതിൻ്റെ അർത്ഥം ശരീരം എന്നാണ് അവിടെ അർത്ഥം. ആ ശരീരത്തിൽ ആര് കുടികൊള്ളുന്നു? ഓം, ഓംകാര സ്വരൂപൻ കുടികൊള്ളുന്നു. അതായത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ജീവാത്മാവിൽ, ഹരിയിൽ, ശരീരത്തിൽ ഓംകാര സ്വരൂപൻ കുടികൊള്ളുന്നു, പരമാത്മാവ് കുടികൊള്ളുന്നു. ആ പരമാത്മാവിനായിക്കൊണ്ട് നമസ്കാരം. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതാണ് ഹരിയോ എന്ന വാക്ക്. അല്ലാണ്ട് നാരായണനായ ഹരി ഓംകാര സ്വരൂപന് പ്രണാമം എന്നല്ല അർത്ഥം. ഹരിയോ എന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ മുന്നിൽ ഞാൻ നമസ്കരിക്കുന്ന, അല്ലെ ഹരിയോം എന്ന് ഞാൻ പ്രണാമം ചെയ്യുന്ന, അഭിസംബോധന ചെയ്യുന്ന എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ജീവാത്മാവിൽ, ഹരിയിൽ, ശരീരത്തിൽ ആര് കുടികൊള്ളുന്നു? ഓംകാര സ്വരൂപൻ കുടികൊള്ളുന്നു. ആ ഓംകാര സ്വരൂപനായിക്കൊണ്ട് നമസ്കാരം. ആ ജീവാത്മാവിൽ ഞാൻ ആ ശരീരത്തെ അല്ല കാണുന്നത്, ശരീരത്തെ അല്ല നമസ്കരിക്കുന്നത്, ആ ശരീരത്തിൽ കുടികൊള്ളുന്ന ഈശ്വരനെ, ആ ഈശ്വരൻ്റെ രൂപമാണ് ഈ ശരീരം. നമ്മൾ കണ്ടു, രൂപവും പ്രതിരൂപവും. അപ്പം ഞാൻ നമസ്കരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പ്രണമിക്കുന്ന ആളാരാണ്? രൂപം പ്രതിരൂപവും. ആ പരമാത്മാവിൻ്റെ ഒരു ജീവാത്മരൂപമാണിത് അല്ലേ. ആ ജീവാത്മ രൂപത്തിനായിക്കൊണ്ട് നമസ്കാരം. അതാണ് നമ്മൾ ഹരിയോ എന്ന് പറയുന്നത് അല്ലേ. നമ്മളെല്ലാവരും പറയാറുണ്ട് ഹരിയോ എന്ന്. അപ്പോൾ അതാണ് ഇവിടെയും അർത്ഥം. ഹരയഹ എന്ന വാക്കിന് ഇവിടെയും അർത്ഥം എന്താണ്? ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ജീവശരീരങ്ങൾ. ഈ രണ്ടർത്ഥവും ഇവിടെ എടുക്കാം. യുക്താഹി അസ്യ ഹരയഃ ശതാ ദശ ഇതി. ശതം എന്ന് വെച്ചാൽ, ദശം എന്ന് വെച്ചാൽ നമുക്കറിയാം, 100ഉം 10ഉം എല്ലാം. ഇനി സഹസ്രം, ഏകോന സഹസ്രം, എത്ര വേണേലും കൊടുക്കുക, അതല്ല. ആ ഇന്ദ്രിയങ്ങൾ, സർവ ഇന്ദ്രിയങ്ങളും ആരാകുന്നു? യുക്താഹി അസ്യ, ആ പരമാത്മാവ് തന്നെയാകുന്നു. രൂപത്തിൻ്റെ തന്നെ മറ്റൊരു ഫോമിൽ പറയുന്നതേ ഉള്ളൂ. നമ്മൾ സൂക്ഷ്മമായി നോക്കിയ അർത്ഥം ഒന്ന് തന്നേ ഉള്ളൂ. നമുക്കൊക്കെ 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയവും. 10 ഇന്ദ്രിയങ്ങളില്ലാത്ത ജീവികൾ, തിര്യക്കാദികൾ അല്ലേ, അതിൽ കൂടുതൽ ഇന്ദ്രിയങ്ങളുള്ളവർ, അല്ലെങ്കിൽ എത്രയെത്ര ഇന്ദ്രിയങ്ങളുണ്ടോ ആ ഇന്ദ്രിയങ്ങളിലൊക്കെ സ്ഥിതി ചെയ്യുന്നവൻ അല്ലേ. നമ്മൾ ഈയത എന്ന വാക്കിന് സ്ഥിതി എന്നുള്ള അർത്ഥം എടുത്തു, അത് തന്നെ ഇവിടെ എടുക്കാം. സർവ ഇന്ദ്രിയങ്ങളിലും കുടികൊള്ളുന്നവൻ ആരാണ്? പരമാത്മ. അത് എന്തിനു വേണ്ടി? ദ്വൈതം മാറ്റുവാൻ വേണ്ടി. എൻ്റെ ഇന്ദ്രിയം വേറെ, ഞാൻ കാണുന്നത് വേറെ അല്ലേ, അവരുടെ ഇന്ദ്രിയം വേറെ ഇത്യാദി ദ്വൈതം നമുക്ക് മോക്ഷത്തിന് വിഘ്നമാണ്. അതുകൊണ്ട് അത് മാറ്റിയെടുക്കൂ എന്ന് അഥർവണ മഹർഷി അശ്വിനികുമാരന്മാരോട് പറയുന്നു. അതിനുശേഷം പറയുന്നു അയം വൈ ഹരയഃ. അയം വൈ, അയം എന്ന് വെച്ചാൽ അവൻ തന്നെയാകുന്നു എന്നാണ്. ഏത്? ഇവിടെ അവൻ എന്നുള്ള വാക്കിന് പരമാത്മാ, ഈശ്വരൻ, സൃഷ്ടികർത്ത, മായാസഹിതൻ, ആ അർത്ഥം അല്ലെ. ഇന്ദ്രൻ, അയം എന്ന വാക്കിന് ഇന്ദ്രൻ അല്ലേ. ഇന്ദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു, ഈശ്വരൻ. ആ പരമാത്മാവ് തന്നെയാകുന്നു വൈഹരയഃ, സർവ ഇന്ദ്രിയങ്ങളിലും ഈയതേ. ഈയതേ എന്നുള്ള വാക്ക് ഇവിടെയൊക്കെ നമ്മൾ അധ്യാഹാരം ചെയ്യണം. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അധ്യാഹാരം എന്ന വാക്ക് അല്ലേ. അധ്യാഹാരം എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക. ഒരു സെൻറ്റൻസ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട്
ആ മന്ത്രത്തിൽ തന്നെയുള്ള വാക്കുകൾ കടമെടുത്ത് കൂട്ടിച്ചേർക്കുന്നതിനെയാണ് അധ്യാഹാരം എന്ന് പറയുന്നത്. നമ്മൾ അജാതശത്രു ബ്രാഹ്മണത്തിൽ പഠിച്ചതാണ് അല്ലേ. കാശ്യാം എന്ന വാക്കിൽ കാശി എന്ന അർത്ഥത്തിന് പകരം എന്താണ്? കാശ്യാം രാജ, കാശി രാജാവാണ് അജാതശത്രു. അവിടെ രാജ എന്ന വാക്ക് നമ്മൾ അധ്യാഹാരം ചെയ്തിരുന്നു അല്ലേ. ഈ പരിഭാഷകളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കും. ഒന്നുകൂടെ പറയാം. അയം വൈ ഹരയഃ ഈയതേ. പരമാത്മാവ് തന്നെയാണ് സർവ ഇന്ദ്രിയങ്ങളിലും സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അയം വൈ ദശ ച സഹസ്രാണി ബഹൂനി ച അനന്താനി ഈയതേ. അയം വൈ ദശ ച സഹസ്രാണി ബഹൂനി ച അനന്താനി ഈയതേ. അവിടെ എന്താണ്? പരമാത്മാവ് തന്നെയാണ് എന്താണ്? 10,000 1000 അനന്തമായിട്ടും അല്ലെ. അനന്താനി, അനന്ത ആനി ബഹുവചനാണ്. അനന്തമായിട്ടും, അതായത് എണ്ണിയാൽ ഒടുങ്ങാത്തത്. അനന്തം എന്ന വാക്ക് അനന്താനി എന്ന് ബഹുവചനം പ്രയോഗിക്കുന്നത് കൗണ്ട്ലെസ് എന്നാണ്. എത്ര ഇന്ദ്രിയങ്ങളുണ്ടോ നമ്മളാൽ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. ഈ ലോകത്ത് എത്ര ഇന്ദ്രിയങ്ങൾ, അതായത് എത്ര ജീവാത്മാക്കളുണ്ട് അല്ലേ. നമുക്ക് മനുഷ്യൻ്റെയൊക്കെ ഒരു കണക്കെടുക്കാം. 600 കോടി 700 കോടി അല്ലെ, ഇന്ത്യയിൽ ഇത്ര 140 കോടി, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ കണക്കെടുക്കാനേ നമ്മളെ കൊണ്ട് സാധിക്കും. മറ്റ് ജീവചരാചരങ്ങൾ അവർക്കൊക്കെ ഇന്ദ്രിയങ്ങളുണ്ട്. അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും, പക്ഷേ ഇന്ദ്രിയങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കണക്ക് നമ്മളാൽ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ അഥർവണ മഹർഷി പറയുന്നു അനന്താനി, എണ്ണിയാലൊടുങ്ങാത്തത്ര ജീവാത്മാക്കൾ. ആ ജീവാത്മാക്കൾക്കൊക്കെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര ഇന്ദ്രിയങ്ങൾ. അവയിലൊക്കെ ആര് ചെയ്യുന്നു? ഈ അതേ പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നു. തദേതത് ബ്രഹ്മ. ആ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിനെ തന്നെയാണ് ശാസ്ത്രം ബ്രഹ്മൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ആദ്യമൊക്കെ കണ്ടയാണ് അല്ലേ. തേജോമയ അമൃതമയ, അതിൽ പുരുഷ, അതിൻ്റെ അവസാനം പറഞ്ഞിരുന്നു തദേതത് ബ്രഹ്മ. അത് തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നു. ബ്രഹ്മൻ, ബ്രഹ്മൻ എന്ന് വെച്ചാൽ എന്താണ്? പരമാത്മാ. എന്തുകൊണ്ട് ബ്രഹ്മൻ എന്ന് വിളിക്കുന്നു? ഏറ്റവും ബൃഹത്തായതുകൊണ്ട്, അതായത് വ്യാപിച്ചിരിക്കുന്നത്. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിമാലയം പോലെ വലുത്, അല്ലെങ്കിൽ ഹിമാലയത്തിനേക്കാളും വലുത്, എവറസ്റ്റിനേക്കാളും വലുത്, ആ ഒരു വലിപ്പം എടുക്കരുത്. ഇവിടെ വ്യാപനം എന്ന അർത്ഥം എടുക്കണം. എല്ലായിടത്തിലും സ്ഥിതി ചെയ്യുന്നവൻ. തദേതത് ബ്രഹ്മ, അത് തന്നെയാകുന്നു ബ്രഹ്മൻ. ഇതൊക്കെ അവസാനം മനനം ചെയ്യാനായിട്ട് അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് പറയുകയാണ്. എങ്ങനെ മനനം ചെയ്യണം? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ഉപദേശത്തെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള സാധനകൾ, ഉപാസനകൾ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം വീണ്ടും മനന സാധന പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ മനനം ചെയ്യണം? എല്ലാറ്റിലും ഭഗവാനാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് എത്ര തവണയായി പറയുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് സാധ്യമല്ല എല്ലാവരിലും ഈശ്വരനെ കാണുക എന്ന് പറയും. നമുക്കൊരു സാഹചര്യം വന്ന് നോക്കട്ടെ, അപ്പോഴറിയാം നമ്മളുടെ വൈരാഗ്യം എത്രമാത്രം ഉണ്ട്, നമ്മുടെ വാസനകൾ എത്രമാത്രം ഉണ്ട് എന്ന്. എല്ലാവരും, അത് സന്യാസി ആയിക്കോട്ടെ ഗൃഹസ്ഥനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, സാഹചര്യത്തിൽ നമ്മളാൽ സാധ്യമല്ല എല്ലാവരിലും ഈശ്വരനെ കാണുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. തദ് ഏതത് ബ്രഹ്മ. അതിനുശേഷം ലക്ഷണങ്ങൾ പറയുന്നു. ഇതൊക്കെ മനനത്തിന് വേണ്ടി പറയുകയാണ്. അപൂർവം, ആ ബ്രഹ്മനെ ശാസ്ത്രം എന്ത് വിളിക്കുന്നു? മറ്റൊരു പേര് വിളിക്കുന്നു, അപൂർവം എന്ന്. അപൂർവം എന്ന് വെച്ചാൽ ന പൂർവഹ ഇതി അപൂർവഹ എന്നാണ്. അപൂർവം എന്ന വാക്കിൻ്റെ പരിഭാഷ, എട്ടിമോളജി. ന പൂർവഹ എന്ന് വെച്ചാൽ, പൂർവം എന്ന് വെച്ചാൽ എന്താണ്? മുൻപ്.
ന പൂർവഹ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ മുൻപിലൊന്നുമില്ലാത്തത്. അതാണ് ന പൂർവ്വം. നമ്മുടെ മുൻപിൽ ആരുണ്ട്? പൂർവികരുണ്ട് അല്ലേ? പൂർവികരിൽ നിന്നുമാണ് നമ്മൾ വന്ന് പിതാവിലും മാതാവിൽ നിന്നും നമ്മൾ നമ്മുടെ സൃഷ്ടി അങ്ങനെയാണ്. ഭഗവാന്റെ സൃഷ്ടിക്കോ ന പൂർവഹ, ആരുമില്ല. ഒരു പിതാവോ മാതാവോ അവകാശപ്പെടാൻ ഇല്ല പരമാത്മാ എന്ന് പറയും. അതുകൊണ്ട് അപൂർവം എന്ന വാക്ക്. ന പൂർവഹ ഇതി അപൂർവഹ. അടുത്ത ലക്ഷണം പറയുകയാണ് അനപരം. അനപരം എന്ന് വെച്ചാൽ എന്താ? ന പരഹ. ന പരഹ ഇതി അനപരം. അതിന് ശേഷം. പരം എന്ന വാക്കിൻ്റെ അർത്ഥം ശേഷം, ദെയർ ആഫ്റ്റർ എന്ന് നമ്മൾ പറയില്ലേ അല്ലേ? ബിഫോറും ഒന്നുമില്ല, ആഫ്റ്ററും ഒന്നുമില്ല. അതാണ് ന പരഹ ഇതി അനപരഹ. ഭഗവാന് ശേഷവും ആരുമില്ല. മഹാപ്രളയം വന്ന് നമ്മളൊക്കെ പോകും. പക്ഷെ അതിന് ശേഷവും നിലനിൽക്കുന്നതാരാണ്? പരമാത്മാവ്. അതാണ് അനപരഹ. അപൂർവം, അനപരഹ. അടുത്തത് അനന്തരം. അനന്തരം അതിൻ്റെ അർത്ഥം ന മധ്യമഹ. ന മധ്യമഹ ഇതി അനന്തരം. ന മധ്യമഹ ഇതി അനന്തരം. അതിൻ്റെ ഇടയിൽ ആരുമില്ല. അതാണ് മധ്യം എന്ന് വെച്ചാൽ മിഡിൽ അല്ലേ? ഭഗവാന് മുൻപും ആരുമില്ല, ഭഗവാന്റെ ഇടയിലും ആരുമില്ല, ഭഗവാന് ശേഷവും ആരുമില്ല. അതായത് എന്താണ് എൻ്റെ അർത്ഥം? 3 കാലത്തും നിലനിൽക്കുന്നത്. മധ്യമഹ എന്ന് വെച്ചാൽ വർത്തമാനകാലം, പരഹ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ അല്ലേ? ഭാവി കാലം. പൂർവഹ എന്ന് വെച്ചാൽ മുൻപുള്ളത് അല്ലേ? ആ 3 കാലവും ഭഗവാന് മുൻപുള്ളതും ഭൂതകാലത്തിലും നിലനിൽക്കുന്നു, വർത്തമാനകാലത്തിലും നിലനിൽക്കുന്നു, ഭാവി കാലത്തും. അതാണ് ന പൂർവഹ ന പരഹ ന മധ്യമഹ എന്നതിൻ്റെ അർത്ഥം. ഭഗവാനാണ് 3 കാലത്തും നിലനിൽക്കുന്നത്. അപൂർവം, അനപരം, അനന്തരം. നമ്മൾ വ്യവഹാരത്തിൽ ഇതിന് വേറെ അർത്ഥങ്ങളാണ് ഉപയോഗിക്കുക. അപൂർവം എന്ന് വെച്ചാൽ വളരെ റെയറായിട്ടുള്ളതെന്നാണ് നമ്മൾ പറയാറ് അല്ല. ഇത് അപൂർവമായ സൃഷ്ടിയാണ് അല്ല അപൂർവമായ സ്ഥലമാണ്, അപൂർവമായ കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ? ഇത് വളരെ യുണീക്കാണെന്നാണ് സാധാരണ വ്യവഹാരത്തിൽ അപൂർവം എന്ന വാക്കിന് യുണീക്നെസ് എന്നാണ് അർത്ഥം. വളരെ നമ്മൾ പറയാറില്ല ശ്രേഷ്ഠത എന്നൊക്കെ പറയാറില്ല, അത് ആ അർത്ഥമേ അല്ല. ഇവിടെ അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് പറയുന്ന ഇതാണ് അല്ലേ? ന പൂർവഹ എന്ന് വെച്ചാൽ ഭൂതകാലത്തിലും ഉള്ളത് അല്ലേ? ന മധ്യമഹ എന്ന് വെച്ചാൽ വർത്തമാനകാലത്തിലും നിലനിൽക്കുന്നത്. ന പരഹ എന്ന് വെച്ചാൽ ഭാവി കാലത്തിലും നിലനിൽക്കുന്നത്. കാലാതീതൻ. അപൂർവം, അനപരം, അനന്തരം എന്ന 3 വാക്കിന് നമുക്ക് ഒറ്റ വാക്കിൽ ചുരുക്കിയ പരമാത്മാവ് ആരാണ്? കാലാതീതനാണ് അല്ലേ? കാല അതീതൻ. നമുക്കൊക്കെ എന്താണ്? നമ്മളൊക്കെ ഭാവി കാലത്തുണ്ടാവുമോ? എന്ന് പോവെന്ന് നമുക്ക് ഒരു മുന്നറിയിപ്പുമില്ല. അപ്പോൾ സർവ്വജീവചരാചരങ്ങൾ. പക്ഷേ പരമാത്മാവിന് അങ്ങനെ ഒരു കാലം നിശ്ചയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ 3 വാക്കിൽ അപൂർവം, അനപരം, അനന്തരം എന്ന 3 വാക്കുകൊണ്ട് അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. എങ്ങനെ മനനം ചെയ്യണം? പരമാത്മാവിനെ നാശരഹിതനായിട്ട്. നമുക്ക് ഈ നാശരഹിതൻ എന്ന് പറയുന്ന എന്തിനെന്ന് വെച്ചാൽ നമുക്കെന്താണ്? നശിക്കാത്തതിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ശ്രദ്ധിക്കണേ, നശിക്കാത്തതിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇപ്പം നമ്മുടെ ആശ്രയ ബുദ്ധി എന്താണ് അല്ലേ? നശിക്കുന്നതിലാണ്.
വിത്തമായിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, നമ്മുടെ ശരീരമായിക്കോട്ടെ, ഇതിനെയൊക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അല്ലേ? ഇത്ര പണം ഉണ്ടെങ്കിൽ എനിക്ക് സുരക്ഷിതമാണ്, ഞാൻ സെക്യൂർഡാണ് അല്ലേ? എനിക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ സുരക്ഷിതനാണ് അല്ലേ? അല്ലെങ്കിൽ എനിക്ക് ഇന്ന വ്യക്തികളുണ്ടെങ്കിൽ, അതാരും ആയിക്കോട്ടെ, ആശ്രമമായിക്കോട്ടെ, വീടായിക്കോട്ടെ, അവിടെയുള്ള വ്യക്തികളായിക്കോട്ടെ, അവരൊക്കെ എനിക്ക് ആശ്രയിക്കാം. എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ അവരൊക്കെ ഉണ്ടാകും അല്ലേ? വസ്ത്രമായിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, ഇന്നയുണ്ട്, എനിക്ക് വീടുണ്ട്, അതെനിക്ക് ആശ്രയമാണ് അല്ലേ? എനിക്ക് കുടിയുണ്ടെങ്കിൽ അത് ആശ്രയമാണ്. അതൊക്കെയാണ് നമ്മുടെ ആശ്രയ ബുദ്ധി. അത് ഇല്ല, ഇവിടെ ആ ആശ്രയങ്ങളൊക്കെ നശിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളോട് പറയുകയാണ്, നമ്മൾ ആശ്രയിക്കേണ്ടത് ഒരിക്കലും നശിക്കാത്തവനെയാണ്, പരമാത്മാവിനെയാണ്. അത് രാമനെന്നോ കൃഷ്ണനെന്നോ എന്തു പേരിലും നമ്മൾ ആശ്രയിക്കുക. അവിടെ പേരൊന്നുമല്ല പ്രാധാന്യം, ആ തത്വത്തിനെയാണ് ആശ്രയിക്കേണ്ടത്. അതാണ് ഇവിടെ 3 വാക്കിൽ പറയുന്നത്. ആശ്രയബുദ്ധി വർദ്ധനം, ആശ്രയബുദ്ധി വളർത്തണം. വർദ്ധനം എന്ന് വെച്ചാൽ ഇൻക്രീസ് ചെയ്യുക. ആരോട്? കാലാതീതനോട്. അതാണ് അപൂർവം, അനപരം, അനന്തരം എന്ന വാക്കുകൊണ്ട് അഥർവണ മഹർഷി പറയുന്നത്. ബാക്കി എന്തിനെയൊക്കെ ആശ്രയിച്ചു, പക്ഷെ അതല്ല ഗുരുനാഥനെ ആശ്രയിച്ചു. നമ്മൾ വിചാരിക്കും ഹരിയോ ഓം നമോ നാരായണ. നമുക്ക് തുടരാം. അപൂർവം, അനപരം, അനന്തരം. ന പൂർവഃ, ന പരഃ, ന മധ്യമഃ. അടുത്തത് അബാഹ്യം. അബാഹ്യം. അബാഹ്യം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. ന അന്യഃ, ന അന്യഃ ഇതി അബാഹ്യം. ഭഗവാനിൽ നിന്നും അന്യമായിട്ട്. അതാണ് ബാഹ്യം എന്ന വാക്കിൻ്റെ അർത്ഥം അന്യം. ഭഗവാനിൽ നിന്നും അന്യമായിട്ട്. അന്യം എന്ന് വെച്ചാൽ എന്താ? വേറെയായിട്ട് അല്ലേ? പരമാത്മാവിൽ നിന്നും അന്യമായിട്ട് ഒന്നുമേ ഇല്ല. അതാണ് അബാഹ്യം എന്ന വാക്കിനുണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ്? ബ്രഹ്മൻ. ഇത് മനനം ചെയ്യാനായിട്ട് പറയുകയാണ് യാജ്ഞവൽക്യ മഹർഷി നമ്മളോടായിക്കൊണ്ട്, അല്ലെങ്കിൽ സൂത്രധാരൻ നമ്മളോടായിക്കൊണ്ട്, അല്ലെങ്കിൽ അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോടായിക്കൊണ്ട് പറയുന്നു. ബ്രഹ്മൻ, അപൂർവം, അനപരം, അനന്തരം, അബാഹ്യം. ഇത്രയും ലക്ഷണങ്ങൾ പറയുകയാണ്. ഇനി അതിനുശേഷം, ഇത്രയും പറഞ്ഞതിന് ശേഷം ഇതിനെ മനനം ചെയ്യ വേണം. ഇത്രയും വാക്കുകൾ മനനത്തിന് വേണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ രൂപം മുതൽ അബാഹ്യം വരെ. എവിടം വരെ? രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ ഇന്ദ്രോ മായാഭിഃ പുരുരൂപയ്യതേ യുക്താഹി അസ്യ ഹരയഃ ശതാ ദശ ഇതി അയം വൈ ഹരയഃ അയം വൈ ദശ ച സഹസ്രാണി ബഹൂനി ച അനന്താനി ച തദേതദ് ബ്രഹ്മ അപൂർവം, അനപരം, അനന്തരം, അബാഹ്യം. അവിടം വരെ മനനമാണ്. ഇത്രയും ലക്ഷണങ്ങളോടുകൂടി പരമാത്മാവിനെ നിരന്തരം ചിന്തനം ചെയ്യ വേണം എന്ന് സാധനാരൂപത്തിൽ, മനന സാധനാരൂപത്തിൽ അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് ഉപദേശിച്ചു. അതിനുശേഷം അവസാനം പറയുകയാണ് അയമാത്മാ ബ്രഹ്മ. അപൂർവം, അനപരം എന്നുള്ളതിനൊക്കെ ഒറ്റ പരിഭാഷയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിലും കൂടുതലുണ്ട് കേട്ടോ. കാരണം ഒരുപാടുണ്ട് പരിഭാഷകൾ. അപൂർവം, ന വിദ്യതേ കാരണരഹിതഃ സ ഹ അപൂർവം, ന വിദ്യതേ കാര്യരഹിതഃ യസ്യ സഹ അനപരം. അങ്ങനെ പരിഭാഷകൾ ഒരുപാടുണ്ട്. പക്ഷെ അത്രയൊന്നും ഈ സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് ഓരോ വാക്കുകളും അതിൻ്റെ താല്പര്യം മാത്രം അറിഞ്ഞുകൊണ്ട് മനനം ചെയ്താൽ അത് വീണ്ടും വീണ്ടും
ഓർക്കുവാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇത് മാത്രം ദയവായി ഓർക്കുക എല്ലാവരും. പരമാത്മാവ് കാലാതീതനാണ്, ഭഗവാനിൽ നിന്നും അന്യമായി ഒന്നുമില്ല. അതിനെ ബ്രഹ്മൻ എന്ന് വിളിക്കുന്നു. ഒന്നുകൂടെ പറയാം, പരമാത്മാവ് കാലാതീതനാണ്, അതിൽ നിന്നും അന്യമായ ഒന്നുമില്ല, സർവ ഇന്ദ്രിയങ്ങളിലും അത് തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ആ പരമാത്മാവാണ് മായാസഹിതനായി സൃഷ്ടി നടത്തിയത്. ആ പരമാത്മാവ് തന്നെയാണ് എല്ലാ രൂപങ്ങളിലും പ്രതിബിംബിച്ചിരിക്കുന്നത്. അതിനെ ബ്രഹ്മൻ എന്ന് വിളിക്കുന്നു. അത്രയും പറഞ്ഞതിന് ശേഷം അടുത്തത് പറയുകയാണ്, അയമാത്മാ ബ്രഹ്മ. അല്ലയോ ശിഷ്യന്മാരെ, അല്ലെങ്കിൽ അശ്വനികുമാരന്മാരെ, അതിനെ എന്ത് വിളിക്കുന്നു? അയം ആത്മാ ബ്രഹ്മ. എന്താ വെച്ചാൽ എന്താണ്? ഈ ലക്ഷണങ്ങളോട് കൂടിയ ബ്രഹ്മൻ നീ തന്നെയാകുന്നു. ഏത് ലക്ഷണങ്ങളോട് കൂടിയ? എല്ലാ രൂപങ്ങളിലും പ്രതിബിംബിച്ചിരിക്കുന്നത് ആ ലക്ഷണം. രൂപം രൂപം പ്രതിരൂപം എന്നുള്ള ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം ഇന്ദ്രോ മായാവിഹി എന്നുള്ള ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം എല്ലാ ഇന്ദ്രിയങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ലക്ഷണം. പിന്നെ നാലാമത്തെ ലക്ഷണം കാലാതീതൻ എന്നുള്ള ലക്ഷണം. അഞ്ചാമത്തെ ലക്ഷണം ഭഗവാനിൽ നിന്നും ബാഹ്യമായി ഒന്നുമില്ല എന്നുള്ള ലക്ഷണം. അതിനെ ബ്രഹ്മൻ എന്ന് വിളിക്കുന്നു. ആറാമത്തെ ലക്ഷണം. അത്രയും പറഞ്ഞതിന് ശേഷം അത് നീ തന്നെയാകുന്നു. അയം ആത്മാ ബ്രഹ്മ. ഇത് മഹാവാക്യമാണ്. നമുക്ക് മഹാവാക്യം എന്തെന്ന് പഠിക്കാം. എഴുതിക്കോളൂ. അയം ആത്മാ ബ്രഹ്മ എന്നത് ബ്രാക്കറ്റിലിട്ടിട്ട് മഹാവാക്യം വിചാരം, മഹാവാക്യം എന്ന് വിളിക്കുന്നു ഈ സെൻറ്റൻസിനെ. ഏത് സെൻറ്റൻസിനെ? അയം ആത്മാ ബ്രഹ്മ എന്ന ഈ പദത്തിനെ മഹാവാക്യം എന്ന് വിളിക്കുന്നു. എന്താണ് മഹാവാക്യം? എഴുതിക്കോളൂ. മഹാവാക്യം എന്ന് ഹെഡിങ് കൊടുക്കുക, അല്ലെ മഹാവാക്യ വിചാരം എന്ന് ഹെഡിങ് കൊടുക്കുക, എന്ത് വേണേലും കൊടുക്കുക. എന്നിട്ട് എഴുതുക ബ്രഹ്മാത്മൈക്യ. ബ്രഹ്മ ആത്മ ഐക്യ. ബ്രഹ്മ ആത്മ ഐക്യ. ഒരുമിച്ച് പറയുമ്പോൾ ബ്രഹ്മാത്മൈക്യ. 3 വാക്കുകളാണ്. ബ്രഹ്മ ആത്മ ഐക്യ. അതിനെ എങ്ങനെ സമസ്തപദമാക്കും? ബ്രഹ്മാത്മൈക്യ. ബോധകവാക്യം. ബ്രഹ്മാത്മൈക്യ ബോധകവാക്യം. ബ്രഹ്മാത്മൈക്യ ബോധകവാക്യം മഹാവാക്യം. ബ്രഹ്മാത്മൈക്യ ബോധകം ബോധം ബോധകവാക്യം മഹാവാക്യം എന്ന് വെച്ചാൽ, ഇനി അതിൻ്റെ മലയാള പരിഭാഷ എഴുതിക്കോളൂ. ജീവനും ബ്രഹ്മവും ഒന്ന് എന്ന ഐക്യം. ജീവനും ബ്രഹ്മവും ഒന്ന് എന്ന ഐക്യം. ജീവനും ബ്രഹ്മവും ഒന്ന് എന്ന ഐക്യം പ്രതിപാദിക്കുന്ന വൃത്തിയായി എഴുതണം കേട്ടോ. കാരണം നമുക്ക് 10 വർഷം കഴിഞ്ഞ് എടുത്ത് നോക്കണം ജീവനുണ്ടെങ്കിൽ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നലെ ആരോ എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ അയച്ചപ്പം ആരോ പറഞ്ഞു, അമ്മ ചോദ്യം കൂടെ അയക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം എടുക്കുന്നു. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത്. ചോദ്യം ഇന്നത്തേന് വേണ്ടിയല്ല. നമ്മുടെ ഫോണൊക്കെ ഇന്നോ നാളെയോ പോകും. അപ്പോൾ ചോദ്യമൊന്നും ഫോണിലുണ്ടാവില്ല. ഈ ചോദ്യം നമുക്ക് 4-5 വർഷം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ എന്താണ് ചോദ്യം, അതിൻ്റെ ഉത്തരം എന്തെന്ന് അപ്പം മനനം ചെയ്യാൻ പറ്റണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ചോദ്യവും എഴുതണം, അതിൻ്റെ താഴെ ഉത്തരം എഴുതണമെന്ന് പറഞ്ഞത്. ഇന്നത്തേനോ നാളത്തേനോ അല്ല. നമുക്ക് എത്രയാണോ നമ്മുടെ ആയുസ്സുള്ളത് അത്രയും കാലം നമുക്ക് സാധന തുടരണം. ആ സാധനാ മെറ്റീരിയലാണ് ഇതൊക്കെ, അല്ലേ? ഇന്നൊക്കെ നമുക്ക് ഓർത്ത് വെക്കാം ഇതൊക്കെ എളുപ്പമല്ലേ എന്ന് പറഞ്ഞ്. പക്ഷേ
10 ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പം അതുകൊണ്ട് അതിനെ നിധിയായി കണ്ടുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വൃത്തിയായി എഴുതണമെന്ന്. ഓക്കെ. ജീവനും ബ്രഹ്മവും ഒന്ന് എന്ന ഐക്യം പ്രതിപാദിക്കുന്ന ഉപനിഷത് വാക്യങ്ങളെ മഹാവാക്യം എന്ന് പറയുന്നു. ജീവനും ബ്രഹ്മവും ഒന്ന് എന്ന ഐക്യം പ്രതിപാദിക്കുന്ന ഉപനിഷത് വാക്യങ്ങളെ മഹാവാക്യം എന്ന് പറയുന്നു. അല്ലേ? എന്നുവെച്ചാൽ എന്താണ്? ജീവൻ എന്ന് വെച്ചാൽ നമ്മളെല്ലാ ജീവാത്മാക്കളും, ബ്രഹ്മം എന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞ അപൂർവം അനവരം ആ ലക്ഷണങ്ങളോട് കൂടിയ പരമാത്മാ. അതെന്താണ്? ഒന്ന്. അല്ലേ? ഒന്നെന്ന് വെച്ചാൽ അദ്വൈതം, ഒന്ന് എന്ന് പ്രതിപാദിക്കുന്ന ഉപനിഷത് വാക്യങ്ങൾ. ഉപനിഷത് വാക്യം എന്ന് വെച്ചാൽ 4 വേദത്തിലും പറയുന്ന ഉപനിഷത്തുക്കളിൽ പ്രതിപാദിക്കുന്ന. 4 വേദത്തിലും എത്ര ഉപനിഷത്തുണ്ട്? നമ്മൾ മുക്തികോപനിഷത്ത് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. 1000 ചില്ലുവാനുണ്ട്. ഇപ്പോൾ എത്രയുണ്ട്? 108 അല്ലേ? അതിൽ പ്രതിപാദിക്കുന്ന വാക്യങ്ങളെ എന്ത് പറയുന്നു? മഹാവാക്യം എന്ന് പറയുന്നു. ഇനി എഴുതിക്കോളൂ. ഇനി ഓരോ വേദത്തിലും പ്രധാനപ്പെട്ട അനേകം മഹാവാക്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും 4 മഹാവാക്യമുള്ളൂ 4 വേദത്തിൽ. അങ്ങനെയല്ല. അത് വളരെ മിഥ്യാധാരണയാണ്. മൂർഖന്മാരാണ് അങ്ങനെ പറയുന്നത്. അനേകം മഹാവാക്യങ്ങളുണ്ട്. അല്ലേ? ഇപ്പം 108 ഉപനിഷത്ത് മാത്രം എടുത്താൽ തന്നെ അതിൽ ഇഷ്ടംപടി മഹാവാക്യങ്ങളുണ്ട്. അതായത് ബ്രഹ്മാത്മൈക്യം എവിടെ പറയുന്നു? ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൈവല്യ ഉപനിഷത്താണ്. തത്വമേവ ത്വമേവ തത്. അത് കൈവല്യ ഉപനിഷത്തിൻ്റെ മഹാവാക്യമാണ്. പക്ഷേ ഈ അനേകം മഹാവാക്യങ്ങളെ നമ്മൾക്ക് ഓർത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു ആചാര്യന്മാർ? 4 വേദത്തിൽ നിന്നും 4 പ്രധാനപ്പെട്ട മഹാവാക്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിനെ സാധകർക്ക് മനനം ചെയ്യുവാനായി പറഞ്ഞു തന്നു. ഇനി അത് ഏതൊക്കെയെന്ന് എഴുതിക്കോളൂ. ഒന്നാമത്തത് ഋഗ്വേദ മഹാവാക്യം. ഋഗ്വേദത്തിൻ്റെ പ്രധാനപ്പെട്ട മഹാവാക്യം എഴുതിക്കോളൂ. അത് നമ്മൾ പഠിച്ചത് ഐത്തരേയ ഉപനിഷത്തിലാണ്. ഋഗ്വേദം ഐത്തരേയ ഉപനിഷത്ത്. പ്രജ്ഞാനം ബ്രഹ്മ. ഋഗ്വേദ മഹാവാക്യം എന്ന് എഴുതിയിട്ട് ഒരു ആരോ കൊടുത്തിട്ട് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ ഐത്തരേയ ഉപനിഷത്ത് എന്ന് എഴുതുക. എന്തെഴുതണം? നമ്പർ 1 ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് ഋഗ്വേദ മഹാവാക്യം എന്ന് എഴുതുക. ഒരു ആരോ മാർക്ക് കൊടുക്കുക. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ ഐത്തരേയ ഉപനിഷത്ത് എന്ന് എഴുതുക. ഷോർട്ട് ഫോമിലൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഐത്തരേയ ഉപനിഷത്ത് അത്ര എഴുതിയാൽ മതി. മനസ്സിലാവുമല്ലോ ഐത്തരേയ ഉപനിഷത്താണെന്ന്. ഋഗ്വേദ പ്രധാന മഹാവാക്യം പ്രജ്ഞാനം ബ്രഹ്മ എന്ന് വെച്ചാൽ എന്താണ്? പരമാത്മാവ് അറിവ് സ്വരൂപനാകുന്നു. അത് നിന്റെ ഉള്ളിലെയും അറിവാകുന്നു. അതുകൊണ്ട് അതെന്താണ്? ജീവനും ബ്രഹ്മനും ഒന്നെന്ന് ഐക്യം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അതിനെ മഹാവാക്യം എന്ന് പറയുന്നു. അതാണ് ഋഗ്വേദത്തിൻ്റെ പ്രധാനപ്പെട്ടത്. അനേകമുണ്ട് കേട്ടോ. അത് ഓരോ സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് പഠിക്കാം. ഇനി അടുത്തത് 2 നമ്പർ ഇടുക. യജുർവേദ മഹാവാക്യം എന്ന് എഴുതുക. യജുർവേദ മഹാവാക്യം എന്ന് എഴുതുക. യജുർവേദ മഹാവാക്യം. ഋഗ്വേദമായി അടുത്തത് യജുർവേദം. യജുർവേദ മഹാവാക്യം എന്ന് എഴുതുക. ഒരു ആരോ മാർക്ക് കൊടുക്കുക. അഹം ബ്രഹ്മ അസ്മി. ഒരുമിച്ച് പറയുമ്പോൾ അഹം ബ്രഹ്മ അസ്മി. ഇതൊക്കെ മനനത്തിന് വേണ്ടിയാണ് മഹാവാക്യങ്ങൾ കേട്ടോ. കാരണം അഹം ബ്രഹ്മാസ്മി എന്ന് ജപിച്ചാൽ മോക്ഷം കിട്ടില്ല. മനനം ചെയ്താലേ മോക്ഷം കിട്ടുകയുള്ളൂ. അല്ലേ? ജപവും മനനവും വേറെയാണ്. അല്ലേ? അഹം ബ്രഹ്മ അസ്മി. ഞാൻ ബ്രഹ്മസ്വരൂപനാകുന്നു. ഞാനെന്ന് വെച്ചാൽ ഇവിടെ ആരാണ്? ജീവാത്മാ. സർവ്വ ജീവാത്മാക്കളും ആരുടെ സ്വരൂപമാണ്?
ബ്രഹ്മൻ്റെ പരമാത്മാവിൻ്റെ സ്വരൂപമാകുന്നു. അതുകൊണ്ട് ഇതിനെ മഹാവാക്യം എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ജീവനും ബ്രഹ്മവും ഒന്ന് എന്ന് പറയുന്നത് കൊണ്ട്. ഇത് ബൃഹദാരണ്യക ഉപനിഷത്ത് നമ്മൾ ഉപാസനാ പ്രകരണം പഠിച്ചില്ലേ, അവിടെ അവസാനം പറയുന്നതാണ്. അത് നമ്മൾ വിസ്തരിച്ച് പഠിച്ചില്ല, നമ്മൾ ഇനിയും പഠിക്കും. അത് ബൃഹദാരണ്യ ഉപനിഷത്തെന്ന് എഴുതുക. എന്തെഴുതണം? അഹം ബ്രഹ്മാസ്മി എന്നെഴുതിയിട്ട് ബ്രാക്കറ്റിൽ BR എന്നെഴുതുക. ബൃഹദാരണ്യക ഉപനിഷത്ത് എന്നെഴുതുക. ഇതെവിടെയെന്ന് വെച്ചാൽ 1.1 ഒന്നാം കാണ്ഡം 1-ാം അധ്യായത്തിൽ ഉപാസനാ പ്രകരണം നമ്മൾ പഠിച്ചില്ലേ. അശ്വബ്രാഹ്മണം, അഗ്നിബ്രാഹ്മണം, സപ്താന്ന ബ്രാഹ്മണം, പുരുഷവിധ ബ്രാഹ്മണം ഇത്യാദികൾ നമ്മൾ അതിൻ്റെ ഉപാസനയായതുകൊണ്ട് സാമാന്യമായി മാത്രമേ കണ്ടുപോയുള്ളൂ. മഹാവാക്യം അവിടെ പറയുന്നുണ്ട്, നമ്മളത് വിസ്തരിച്ച് പഠിച്ചില്ല. ഇനിയും നമുക്ക് പഠിക്കാം. ഇനിയും കടക്കുകയാണ്. മധുകാണ്ഡമേ എത്തിയിട്ടുള്ളൂ, ഖിലകാണ്ഡമൊക്കെ കടക്കുകയാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി 3 നമ്പർ ഇടുക. സാമവേദ മഹാവാക്യം. സാമവേദ മഹാവാക്യം അത് നമ്മൾ പഠിച്ചതാ, എല്ലാവർക്കും അറിയാം. തത്വമസി. സാമവേദ മഹാവാക്യം എന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് കൊടുക്കുക. തത്വമസി എന്ന് എഴുതുക. തത്വമസി ചാന്തോക്യ ഉപനിഷത്ത് 6-ാം അധ്യായം അല്ലേ? ചാന്തോക്യ ഉപനിഷത്ത് തത്വമസി മഹാവാക്യം. എന്തുകൊണ്ടത് മഹാവാക്യമായി? ഉദ്ദാലക മഹർഷി ശ്വേതകേതുവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ തന്നെയാകുന്നു ശ്വേതകേതു പരമാത്മസ്വരൂപൻ എന്ന് ഉപദേശിക്കുകയാണ് ചെയ്തത്. അത് നീ തന്നെ, അതെന്ന് വെച്ചാൽ പരമാത്മാവ്, അത് നിന്റെ ഉള്ളിൽ തന്നെയുള്ള സ്വരൂപമാകുന്നു എന്ന് എത്ര തവണ ഉപദേശിച്ചു? 9 തവണ ഉപദേശിച്ചു അല്ലേ? തദ് ബ്രഹ്മ അല്ലേ? തത്വമസി ശ്വേതകേതു. അടുത്ത ഇനി 4 ഇടുക നമ്പർ. അഥർവണവേദം മഹാവാക്യം. അഥർവണവേദ മഹാവാക്യം. എന്നിട്ട് ആരോ മാർക്ക് ഇടുക. എന്താണ്? അയമാത്മാ ബ്രഹ്മ. അഥർവണവേദം മഹാവാക്യം എന്നിട്ടിട്ട് ആരോ മാർക്ക് ഇട്ടിട്ട് അയമാത്മാ ബ്രഹ്മ എന്നെഴുതുക. ബ്രാക്കറ്റിൽ മാണ്ഡൂക്യ ഉപനിഷത്ത് എന്ന് എഴുതുക. മാണ്ഡൂക്യ ഉപനിഷത്ത് അയമാത്മാ ബ്രഹ്മ. മാണ്ഡൂക്യ ഉപനിഷത്ത് എന്നെഴുതുക. അത് ഇവിടെയും വരുന്നുണ്ട്. ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഇവിടെ മധുബ്രാഹ്മണം 19-ാമത്തെ മന്ത്രത്തിലും പറയുന്നു. മാണ്ഡൂക്യ ഉപനിഷത്തിലും അതേ മഹാവാക്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പം ആവർത്തിക്കുന്നത് വീണ്ടും വീണ്ടും മനനം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തന്നെയാകുന്നു ബ്രഹ്മസ്വരൂപൻ, എന്നിൽ കുടികൊള്ളുന്നതും സർവ്വജീവാത്മാക്കളിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്ന് ഉപനിഷത്തുക്കളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് മാണ്ഡൂക്യം എന്നാണ് മഹാവാക്യ വിചാരങ്ങളിൽ അത് മാണ്ഡൂക്യ ഉപനിഷത്തായിട്ടാണ് പറയുന്നത്. കാരണം ബൃഹദാരണ്യത്തിൽ ഓൾറെഡി അഹം ബ്രഹ്മാസ്മി പറയുന്നത് കൊണ്ടാണ് വീണ്ടും പറയാത്തത്. അയമാത്മാ ബ്രഹ്മ എന്നത് ബൃഹദാരണ്യത്തിൻ്റെ ആണെന്ന് നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ ഈ 4 മഹാവാക്യങ്ങൾ കാണാം. അത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ മനനം ചെയ്യണം. ഇത് ബൃഹദാരണ്യത്തിലും ഉണ്ട്, മാണ്ഡൂക്യത്തിലും ഉണ്ട് എന്ന്. ഇതാണ് പ്രധാനപ്പെട്ട മഹാവാക്യങ്ങൾ. വീണ്ടും പറയുന്നു, അനേകം മഹാവാക്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി പ്രധാനപ്പെട്ടവ മാത്രം പറയുന്നു? 4 വേദങ്ങളിലായിക്കൊണ്ടാണല്ലോ ഈ 108 ഉപനിഷത്തായിക്കോട്ടെ അല്ലെങ്കിൽ 1000 ചില്ലുവാന ഉപനിഷത്തുക്കളായിക്കോട്ടെ ഉള്ളത്. അപ്പോൾ ഈ 4 വേദത്തിൻ്റെയും ഉള്ളിലാണല്ലോ ഈ ഉപനിഷത്തുക്കൾ ഉള്ളത്. അതുകൊണ്ട് ഈ ഉപനിഷത്തുക്കളിൽ പ്രതിപാദിക്കുന്ന മഹാവാക്യങ്ങളുടെ പ്രതിനിധികളായിക്കൊണ്ട്, ശ്രദ്ധിക്കണേ,
ഉപനിഷത്തുക്കളിൽ പ്രതിപാദിക്കുന്ന അനേകം മഹാവാക്യങ്ങളുടെ പ്രതിനിധികളായിക്കൊണ്ട് മാത്രമാണ് ഈ 4 പേരെ പറയുന്നത്. ഒന്നും നമ്മളെ കൊണ്ട് പഠിക്കാനോ മനനം ചെയ്യാനോ സാധ്യമല്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 4 വേദത്തിൽ 4 മഹാവാക്യങ്ങളെങ്കിലും മനനം ചെയ്യൂ. അതിൻ്റെ താല്പര്യം എന്താണ്? എന്തിനു വേണ്ടി മനനം ചെയ്യാൻ പറയുന്നു? മഹാവാക്യ മനനം ദ്വൈതാപത്തി നിവൃത്തിയേവ. മഹാവാക്യം മനനം ചെയ്യാൻ പറയുന്നത് ദ്വൈതാപത്തി മാറ്റുവാനായിക്കൊണ്ട്. ഒന്നുകൂടെ പറയാം. മഹാവാക്യം അപ്പോൾ ഒന്നുകൂടെ പറയാം. മഹാവാക്യം മനനപ്രധാനമാണ്. മനനം ചെയ്യുവാനായിക്കൊണ്ടാണ് മഹാവാക്യം ഗുരുനാഥൻ ശിഷ്യന് ഉപദേശിക്കുന്നത്. എന്തിനു മനനം ചെയ്യാൻ പറയുന്നു? ശിഷ്യൻ്റെ ഉള്ളിലെ ദ്വൈത ആപത്തി നിവൃത്തി, ദ്വൈതം ഇല്ലായ്മ ചെയ്യുവാനായിക്കൊണ്ട്. ദ്വൈതം നിവൃത്തി ചെയ്താൽ അതാണ് മോക്ഷം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിനെ മനനം ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മടങ്ങി വരാം. മഹാവാക്യം എന്തെന്ന് കണ്ടു, പ്രധാനപ്പെട്ടവ മാത്രം കണ്ടു. ഇനി ശുക്ലയജുർവേദത്തിൽ ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഇവിടെ പരാമർശിക്കുന്ന മഹാവാക്യത്തിലേക്ക് വരാം. അയമാത്മാ ബ്രഹ്മ. അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് പറയുകയാണ്, ഈ ലക്ഷണങ്ങളോട് കൂടിയ ബ്രഹ്മൻ പരമാത്മാ നീ തന്നെയാകുന്നു. ഏത് ലക്ഷണം? നമ്മൾ പഠിച്ച രൂപം പ്രതിരൂപോ മുതൽ അബാഹ്യം വരെയുള്ള ലക്ഷണങ്ങൾ. ആ ലക്ഷണങ്ങളോടുകൂടി ഇവിടെ പരാമർശിക്കാത്ത ലക്ഷണങ്ങളും നമുക്ക് മനനം ചെയ്യാവുന്നതാണ്. പരമാത്മാവ് ഏകമെന്ന് പറയുന്ന എല്ലാ ലക്ഷണവും, നിരഞ്ജനൻ, നിരാമയൻ, അക്ഷരൻ, പുരുഷൻ, തേജോമയൻ, അമൃതമയൻ, എന്തൊക്കെ ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചോ ആ ലക്ഷണങ്ങളോട് കൂടിയ പരമാത്മാവ് നീ തന്നെ ആകുന്നു. എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ജീവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ആ ഒരു സ്വരൂപൻ തന്നെയാകുന്നു എന്നാണ് അയമാത്മാ ബ്രഹ്മ എന്ന വാക്കുകൊണ്ട് പറയുന്നത്. അതിനുശേഷം പറയുന്നു സർവ അനുഭൂഹു ഇതി അനുശാസനം. സർവ അനുഭൂഹു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? നീ ഇതിനെ അറിയവേണം. ഇതാകുന്നു എൻ്റെ ലാസ്റ്റ് ടീച്ചിങ്. അതാണ് ഇതി അനുശാസനം, എൻ്റെ ഫൈനൽ ടീച്ചിങ്. അനുശാസനം എന്ന് വെച്ചാൽ അവസാന ഉപദേശം അല്ലേ? അനുശാസനം എന്ന വാക്കിന് ഇവിടെ അർത്ഥം കേട്ടോ. ഇത്യനുശാസനം നമ്മൾ തൈത്തിരീയത്തിൽ കണ്ടതാണ്. അതിവിടെ പറയുന്നു. നീ ഇതിനെ നിന്റെ അനുഭവമായിക്കൊണ്ട് അറിയവേണം. ഏതിനെ? ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങളോട് കൂടിയ പരമാത്മാ സ്വരൂപത്തിനെ നിന്റെ തന്നെ അനുഭവമാക്കി മാറ്റണം. എൻ്റെ ഉള്ളിലാണ് കാലാതീതനായ പരമാത്മാവ് ഉള്ളത്. എൻ്റെ ഉള്ളിൽ നിന്നും അന്യമല്ല പരമാത്മാവ്, അബാഹ്യം അല്ലേ? എൻ്റെ ഉള്ളിൽ തന്നെയാണ് മായാസഹിതനായ സൃഷ്ടി നടത്തിയ പരമാത്മാവ് ഉള്ളത്. എൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ രൂപങ്ങളിലും പ്രതിബിംബിക്കുന്ന പരമാത്മാവ് ഉള്ളത്. അതിനെ നിന്റെ അനുഭവം, അതാണ് സർവ അനുഭൂഹു. അത് നിന്റെ അനുഭവമാക്കി മാറ്റണം. അത് സർവാനുഭവമാകും, അത് മോക്ഷമാകും. അതാണ് എനിക്ക് അവസാനമായി പറയുവാനുള്ള ഉപദേശം അല്ലെ? അവസാന ഉപദേശം സർവ അനുഭൂഹു ഇതി അനുശാസനം. നീ ഇതിനെ നിന്റെ അനുഭവമാക്കി മാറ്റിയെടുക്ക വേണം എന്ന് അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് ഉപദേശിക്കുകയാണ്. അതോടുകൂടി ഈ ഉപദേശം അവസാനിക്കുകയാണ്. ഇത് ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത്. എല്ലാം മുഴുവൻ പറയാം അല്ലേ? നമുക്ക് ഒരുമിച്ച് പറയാം. ഇത് ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത്, പ്രഥമകാണ്ഡം മധുകാണ്ഡം, ദ്വിതീയ അധ്യായം,
ब्रह्मविद्याप्रकरणं पञ्चमब्राह्मणं मधुब्राह्मणं समाप्तम्। ओम नमः परमऋषिभ्यो नमः परमऋषिभ्यो नमः परमऋषिभ्यः। ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम। श्री गुरुभ्यो नमः। हरिः ओम।